ഉത്തര കേരളത്തിലെ പ്രസിദ്ധവും പൗരാണികവുമായ ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ. ഈ ക്ഷേത്രം ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്നു. കണ്ണൂർ ജില്ലയിൽ വയനാട് അതിർത്തിയോട് ചേർന്ന സ്ഥലമാണ് കൊട്ടിയൂർ. ഇക്കരെ കൊട്ടിയൂരിൽ മാത്രമാണ് നാലമ്പലത്തോടും ശ്രീകോവിലോടും കൂടിയ ക്ഷേത്രം ഉള്ളത്. അക്കരെ കൊട്ടിയൂരിൽ ശിവലിംഗം സ്വയംഭൂവാണ്. ഉത്സവകാലത്ത് മാത്രമേ അക്കരെ കൊട്ടിയൂരിൽ ദർശനവും പൂജയുമുള്ളൂ. അതിനായി ഓലമേഞ്ഞ താൽക്കാലിക ക്ഷേത്രങ്ങൾ നിർമ്മിക്കും. പ്രക്കൂഴം എന്ന ചടങ്ങോടെയാണ് കൊട്ടിയൂർ ഉത്സവത്തിന് തുടക്കമാവുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് പ്രക്കൂഴം. മേടമാസത്തിലെ വിശാഖം നാളിലാണ് പ്രക്കൂഴം സാധാരണയായി നടക്കുന്നത്. ഈ ചടങ്ങിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പ്രധാന കാര്യസ്ഥന്മാർ ഒത്തുചേർന്ന് ഉത്സവത്തിന്റെ തീയതിയും മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളും തീരുമാനിക്കുന്നു. ഉത്സവത്തിന്റെ എണ്ണമറ്റ ചടങ്ങുകൾ കൃത്യസമയത്ത് എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ചുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുന്നത് ഈ ദിവസമാണ്. ഐതിഹ്യം: സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഒരിക്കലൊരു യാഗം നടത്തി. 14 ലോകങ്ങളിലും വിളംബരം ചെയ്ത് നടത്തിയ ആ യാഗത്തിന് പരമശിവനെയും സതീദേവിയെയും ക്ഷണിച്ചില്ല. അച്ഛൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കുവാൻ സതീദേവി ഗതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പരമശിവന്റെ അനുവാദത്തോടെ സതീദേവി യാഗം കാണുന്നതിന് എത്തിച്ചേർന്നു. എന്നാൽ ദക്ഷൻ അവളെ അപമാനിച്ചു. ദുഃഖവും അപമാനവും സഹിക്കാനാവാതെ സതീദേവി ആ യാഗാഗ്നിയിൽ ചാടി ജീവൻ വെടിഞ്ഞു. ഇതറിഞ്ഞ് രോഷാകുലനായ പരമശിവൻ തന്റെ ജട നിലത്തിടിച്ച് വീരഭദ്രൻ എന്ന മൂർത്തിയെ സൃഷ്ടിച്ചു. വീരഭദ്രൻ യാഗസ്ഥലത്തെത്തി ദക്ഷന്റെ താടി വലിച്ചു പറിച്ചെടുക്കുകയും പിന്നീട് കഴുത്ത് അറുത്ത് കൊല്ലുകയും ചെയ്തു. ദക്ഷന്റെ താടിയുടെ പ്രതീകാത്മക ആവിഷ്കാരമാണ് കോട്ടിയൂരിലെ പ്രധാന പ്രസാദമായ ഓടപ്പൂവ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പരമശിവന്റെ കോപം ശമിപ്പിക്കാൻ ദേവന്മാരും ഋഷിമാരും കിണഞ്ഞു ശ്രമിച്ചു. കോപമടങ്ങിയതിനുശേഷം പരമശിവൻ ദക്ഷന് പുനർജീവൻ നൽകി. ദക്ഷന്റെ ശിരസ് പൂർണ്ണമായും തകർന്നുപോയിരുന്നതുകൊണ്ട് ആടിന്റെ തല ചേർത്താണ് പുനർജീവൻ നൽകിയത്. ഇങ്ങനെ ദക്ഷയാഗം പൂർത്തിയാക്കി. ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് ഐതിഹ്യം. ചോതി നക്ഷത്രത്തിൽ നെയ്യാട്ടത്തോടെ ആരംഭിച്ച് ചിത്തിരനാളിലെ കലാശാടോടെ വൈശാഖ മഹോത്സവത്തിന്റെ ചടങ്ങുകൾ സമാപിക്കും. ദക്ഷന്റെ യാഗാഗ്നിയിൽ സതീദേവി ദേഹത്യാഗം ചെയ്ത സന്ദർഭത്തിൽ രോഷാകുലനായി തീർന്ന ശിവന്റെ സങ്കല്പമാണ് കൊട്ടിയൂർ പെരുമാൾക്കുള്ളത്. ഭഗവാന്റെ രോഷം അടക്കുവാൻ വേണ്ടിയുള്ള ചടങ്ങുകൾ എന്ന നിലക്കാണ് നെയ്യഭിഷേകവും ഇളനീരാട്ടവും നടത്തുന്നത്. ഉത്സവത്തിന്റെ തുടക്കത്തിൽ വയനാട്ടിലെ മുതിരേരി കാവിൽ നിന്ന് ഒരു വാൾ എഴുന്നള്ളിച്ചു കൊണ്ടുവരും. ദക്ഷനെ വധിക്കുവാൻ ഉപയോഗിച്ച വാളാണതെന്നാണ് സങ്കല്പം. ഉത്സവം കഴിഞ്ഞാൽ വാൾ തിരിച്ചെഴുന്നള്ളിക്കും. മണത്തണ ഗോപുരത്തിലാണ് കൊട്ടിയൂർ ഉത്സവത്തിനാവശ്യമായ തിരുവാഭരണങ്ങളും സ്വർണ്ണക്കൊമ്പുകളും വെള്ളിപ്പാത്രങ്ങളും മറ്റും സൂക്ഷിക്കുക. വിശാഖം നാളിൽ അവയെല്ലാം വാദ്യഘോഷങ്ങളോടെ ആനകളുടെയും നൂറുകണക്കിന് ഭക്തരുടെയും അകമ്പടിയോടെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കും. ഉത്സവ സമാപനത്തിൽ അവ തിരിച്ചുകൊണ്ടുവരും. കൊട്ടിയൂർ ഉത്സവത്തിന്റെ ആകർഷകമായ ഒരു ചടങ്ങാണ് കലം എഴുന്നള്ളിപ്പ്. ചപ്പാറത്തുനിന്ന് കൊട്ടിയൂരിലേക്കുള്ള വാൾ എഴുന്നള്ളത്താണ് ശ്രദ്ധേയമായ മറ്റൊരു ദൃശ്യം. വാൾ എഴുന്നള്ളിക്കുന്നവർ വാളാട്ടം നടത്തും. ഇളനീരാട്ടത്തിനുള്ള ഇളനീരുമായി പോകുന്ന ഇളനീർക്കാരുടെ യാത്രയും ഭക്തിസാന്ദ്രവും ദൃശ്യമനോഹരവുമാണ്.